പ്രിയ വിദ്യാർത്ഥി സുഹൃത്തുക്കളെ, എല്ലാവർക്കും കേരള ടെക്സ്റ്റ് ബുക്കിലേക്ക് സ്വാഗതം. ഞാനിന്ന് ചെറിയൊരു അപ്ഡേറ്റുമായിട്ടാണ് നിങ്ങളുടെ മുന്നിൽ എത്തിയിരിക്കുന്നത്. LD ക്ലർക്ക് ഷോർട്ട് ലിസ്റ്റ് ഒക്കെ വന്നിട്ടുണ്ട് അല്ലെ? കഴിഞ്ഞ വർഷത്തെ അപേക്ഷിച്ച് അതിൽ ഉദ്യോഗാർത്ഥികളുടെ എണ്ണം കുറവാണ്. പൊതുവായി പറഞ്ഞാൽ 2 ജില്ലകൾ ഒഴികെ ബാക്കി 12 ജില്ലകളിലും കുറവാണ്. ഈ 2 ജില്ല എന്ന് പറയുമ്പോൾ ഒരു ജില്ലയിൽ 2 ആൾക്കാരുടെ എണ്ണം മെയിൻ ലിസ്റ്റിൽ 2 പേരാണ് കൂടുതൽ, മറ്റൊരു ജില്ലയിലാണെങ്കിൽ 35. എങ്കിലും നിലവില് എന്തുകൊണ്ടാണ് അങ്ങനെ കണക്കാക്കിയെന്ന് ചോദിച്ചാൽ, ഇപ്പൊ നിലവിലെ LD ക്ലർക്കിന്റെ റാങ്ക് ലിസ്റ്റിന്റെ കാലാവധി ഈ വർഷം 2025 ജൂലൈ 31 തീയതി അവസാനിക്കും. പിറ്റേ ദിവസം ഓഗസ്റ്റ് 1 തീയതി റാങ്ക് ലിസ്റ്റ് വരും. അപ്പോൾ നിലവിൽ എത്രയാണോ ഓരോ ജില്ലയിലും അഡ്വൈസ് പോയിട്ടുള്ളത്, അതുമായി ബന്ധിപ്പിച്ചുകൊണ്ടുള്ള ഉദ്യോഗാർത്ഥികളെ മാത്രമേ മെയിൻ ലിസ്റ്റിൽ ഉൾക്കൊള്ളിച്ചിട്ടുള്ളൂ. കാരണം പണ്ട്, അതായത് 2020 വരെയുള്ള കാലഘട്ടത്തിൽ, 2021 PSC ഇങ്ങനെ ഒരു സ്റ്റാൻഡ് കൊണ്ടുവരിക. കഴിഞ്ഞ 3 വർഷത്തിനിടയിൽ എത്രയാണോ വേക്കൻസി റിപ്പോർട്ട് ചെയ്യപ്പെട്ടത്, എത്ര നിയമനമാണ് നടന്നത്, അത്രയും ഉദ്യോഗാർത്ഥികളെ മാത്രമേ തുടർന്ന് അടുത്ത ലിസ്റ്റിൽ ഉൾക്കൊള്ളിക്കുന്ന ഒരു സാഹചര്യം. 2020 മുൻപ് കഴിഞ്ഞ ഒരു 3 വർഷം ലിസ്റ്റുകൾ കാലാവധിയുള്ള ലിസ്റ്റ് ആണെങ്കിൽ അവിടെ എത്ര പേരെയാണോ നിയമിച്ചത് അതിന്റെ 3 ഇരട്ടി പേരെ മെയിൻ ലിസ്റ്റിൽ ഉൾക്കൊള്ളിക്കുമായിരുന്നു. അങ്ങനെ വരുമ്പോൾ ആകെ സ്വാഭാവികമായിട്ട് നമുക്കറിയാലോ, കുറേയധികം പേർക്ക് ജോലി കിട്ടാത്ത സാഹചര്യം ഉണ്ടാകും. അത് കാരണം ബുദ്ധിമുട്ടുണ്ടാകാറുണ്ട്. അതുകൊണ്ടായിരിക്കാം PSC ഇത്തവണ 2020 ശേഷം ഇങ്ങനെയാണ് നടത്തുക കേട്ടോ. അതായത് ആദ്യമായിട്ട് യൂണിവേഴ്സിറ്റി അസിസ്റ്റന്റ് എന്ന പരീക്ഷയിലാണ് ആദ്യമായിട്ട് ഈ ഒരു രീതി PSC അവലംബിച്ചത്. എനിവേ, അത് മറ്റൊരു കാര്യമാണ്. ഞാനെന്നാ പറയാൻ ഉദ്ദേശിക്കുന്നത് മറ്റൊന്നുമല്ല, PSCയുടെ LD ക്ലർക്കിന്റെ എല്ലാ ജില്ലകളിലും വെരിഫിക്കേഷൻ നടന്നുകൊണ്ടിരിക്കുകയാണ്. ആൾറെഡി 10ാം തരം പരീക്ഷയ്ക്ക് തയ്യാറെടുത്ത് ആൾറെഡി വെരിഫിക്കേഷൻ കഴിഞ്ഞവർക്കൊന്നും വെരിഫിക്കേഷൻ ഡേറ്റ് വന്നിട്ടില്ല. അല്ലാത്തവരെ നേരിട്ട് PSC ഓഫീസിലോ പോയിട്ട് വെരിഫിക്കേഷൻ നടത്തേണ്ട സാഹചര്യം നിലവിലുണ്ട്. PSC ഷോർട്ട് ലിസ്റ്റ് വരുന്നതിന് മുൻപ് തന്നെ, LDC ഷോർട്ട് ലിസ്റ്റ് വരുന്നതിന് മുമ്പ് തന്നെ ഷോർട്ട് ലിസ്റ്റ് വരാൻ സാധ്യതയുള്ള ഉദ്യോഗാർത്ഥികൾക്ക് പ്രൊഫൈൽ സന്ദേശം ലഭിച്ചു, സർട്ടിഫിക്കറ്റ് അപ്ലോഡ് ചെയ്യാൻ പറഞ്ഞിട്ട്. ആൾറെഡി വെരിഫൈ ചെയ്തവര്, അതായത് വെരിഫിക്കേഷൻ കഴിഞ്ഞവരാണെങ്കിൽ സ്വാഭാവികമായിട്ട് അവരുടെ സർട്ടിഫിക്കറ്റുകൾ ലോക്ക്ഡ് ആണ് എന്നതുകൊണ്ട് പുതുതായിട്ട് സർട്ടിഫിക്കറ്റ് അപ്ലോഡ് ചെയ്യേണ്ട ആവശ്യമില്ലായിരുന്നു. അതുകൊണ്ട് തന്നെ അവർക്ക് വെരിഫിക്കേഷന് പോകേണ്ടി വന്നിട്ടില്ലായിരുന്നു. എന്നാൽ ഇപ്പോഴും PSC ചില ഉദ്യോഗാർത്ഥികൾക്ക് മെയിൽ അയക്കുന്നുണ്ട്, അതുപോലെ തന്നെ പ്രൊഫൈൽ സന്ദേശം ലഭിക്കുന്നുണ്ട്. എന്താണെന്ന് വെച്ചാൽ, കാരണം ഇപ്പോഴും PSC ആദ്യഘട്ടം വെരിഫിക്കേഷൻ കഴിയാത്തവർക്ക് വേണ്ടി വെരിഫിക്കേഷൻ നടത്തി. അതൊക്കെ ഓക്കെ ആണ് എന്ന ധാരണയിൽ വെരിഫിക്കേഷൻ വിളിക്കാത്ത, എന്നാൽ നേരത്തെ വെരിഫിക്കേഷൻ കഴിഞ്ഞ ഉദ്യോഗാർത്ഥികളുടെ സർട്ടിഫിക്കറ്റുകൾ ഒന്നുകൂടെ പരിശോധിക്കുക. അങ്ങനെ പരിശോധിക്കുന്ന സമയത്ത് നമുക്ക് സർട്ടിഫിക്കറ്റ് വേറെ, ഇപ്പോൾ SLC ക്വാളിഫിക്കേഷനുള്ള കാര്യമൊന്നും മാറ്റേണ്ട ആവശ്യമില്ല അല്ലെ? പക്ഷെ അവിടെ മാറ്റേണ്ട കാലാവധിയുള്ള ഒരു സർട്ടിഫിക്കറ്റ് ഉണ്ട്, കമ്മ്യൂണിറ്റി സർട്ടിഫിക്കറ്റ്. ഈ കമ്മ്യൂണിറ്റി സർട്ടിഫിക്കറ്റിന് കാലാവധി 6 മാസം മുതൽ 1 വർഷം വരെയാണ്. വിവിധ കാറ്റഗറിക്ക് വ്യത്യാസമുണ്ട് എങ്കിലും. അപ്പൊ അങ്ങനെ കാലാവധി കഴിഞ്ഞ കമ്മ്യൂണിറ്റി സർട്ടിഫിക്കറ്റ് ആണ് എങ്കിൽ, അത് നേരത്തെ വെരിഫിക്കേഷൻ കഴിഞ്ഞപ്പോൾ ആ സമയത്ത് കാലാവധി ഉണ്ടായിരുന്നതാണ്. ആൾറെഡി വെരിഫിക്കേഷൻ കഴിഞ്ഞുകൊണ്ട് ഇപ്പോൾ വിളിച്ചിട്ടില്ലാത്ത LD ലിസ്റ്റിൽ ഉൾപ്പെട്ട ആൾക്കാരുണ്ട്. അവര് ചിലപ്പോ ഇപ്പൊ നിലവിൽ നോക്കുമ്പോൾ അവരുടെ കാലാവധി കഴിഞ്ഞതാണെങ്കിൽ സർട്ടിഫിക്കറ്റ് ഒന്നുകൂടെ അപ്ലോഡ് ചെയ്യാൻ വേണ്ടിയിട്ട് മെസ്സേജ് വരുന്നുണ്ട്, മെയിൽ വരുന്നുണ്ട്. ഒരുപക്ഷെ നിങ്ങളിൽ ആരെങ്കിലും കമ്മ്യൂണിറ്റി സർട്ടിഫിക്കറ്റിന്റെ കാലാവധി കഴിഞ്ഞു എന്ന് തോന്നുന്നവരുണ്ടെങ്കിൽ അതിനുവേണ്ടി വെയിറ്റ് ചെയ്യാൻ നിൽക്കണ്ട, ഇത്രയും പെട്ടെന്ന് സർട്ടിഫിക്കറ്റ് മേടിച്ചു വെക്കുക. ഓക്കെ, അതനുസരിച്ച് മുന്നോട്ട് പോകാനായിട്ട് കഴിയും. ഇനി രണ്ടാമത് ഒരു കാര്യം കൂടെ വരുന്നുണ്ട്. ഈ കമ്മ്യൂണിറ്റി സർട്ടിഫിക്കറ്റ് അപ്ലോഡ് ചെയ്യേണ്ടത് എവിടെയെന്ന് പലർക്കും കൺഫ്യൂഷനാണ്. സ്വാഭാവികമായിട്ട് നമ്മുടെ പ്രൊഫൈലിൽ കയറിയിട്ട് നമ്മൾ നേരെ പോകുന്നത് സർട്ടിഫിക്കറ്റ് അപ്ലോഡ് എന്നുള്ള ഓപ്ഷനിലാണ്. അവിടെ പോയിട്ട് നമ്മൾ കമ്മ്യൂണിറ്റി സർട്ടിഫിക്കറ്റ് അപ്ലോഡ് ചെയ്യും. അത് തെറ്റാണ്. അങ്ങനെ അപ്ലോഡ് ചെയ്യുന്നവർക്കും മെസ്സേജ് അല്ലെങ്കിൽ മെയിൽ പോകുന്നുണ്ട്, നിങ്ങൾ കമ്മ്യൂണിറ്റി സർട്ടിഫിക്കറ്റ് അപ്ലോഡ് ചെയ്തത് ഈ ഭാഗത്തല്ല വേണ്ടത്, മറിച്ച് നിങ്ങൾ ഡിക്ലറേഷനിലാണ് അപ്ലോഡ് ചെയ്യേണ്ടതെന്ന് പറഞ്ഞിട്ട്. അങ്ങനെ ആരെങ്കിലും ഉണ്ടെങ്കിൽ അത് ഒന്നുകൂടെ ചെയ്യാനായിട്ട് ശ്രമിക്കുക. അല്ലെങ്കിൽ നിങ്ങൾക്ക് മെയിൽ വരുമ്പോൾ അതനുസരിച്ച് ചെയ്യാനായിട്ട് ശ്രമിക്കുക. ഓക്കെ, അത് ദയവായി ഓർമ്മിക്കുക. സർട്ടിഫിക്കറ്റ് അപ്ലോഡ് പ്രദേശത്ത് കാണുമെങ്കിലും നമ്മൾ കമ്മ്യൂണിറ്റി സർട്ടിഫിക്കറ്റ് അപ്ലോഡ് ചെയ്യേണ്ടത് ഡിക്ലറേഷനിൽ പോയിട്ടാണ് അപ്ലോഡ് ചെയ്യേണ്ടത്. അത് സർട്ടിഫിക്കറ്റ് എന്ന ഓപ്ഷനിൽ കാണിക്കുകയാണ് ചെയ്യുക. ഓക്കെ, അങ്ങനെയുള്ള മിസ്റ്റേക്സ് ഒക്കെ മെയിൽ വരുന്നുണ്ട്. അതിൽ വേറെ ടെൻഷനൊന്നും എടുക്കേണ്ട ആവശ്യമില്ല. കൂളായിട്ട് സർട്ടിഫിക്കറ്റ് ഒക്കെ മേടിച്ച് അപ്ലോഡ് ചെയ്യുക. പ്രത്യേകിച്ച് കമ്മ്യൂണിറ്റി സർട്ടിഫിക്കറ്റിന്റെ കാര്യമാണ് ഇപ്പോൾ സൂക്ഷ്മ പരിശോധനയ്ക്ക് വിധേയമാക്കിക്കൊണ്ടിരിക്കുക. അപ്പോൾ സർട്ടിഫിക്കറ്റ് പരിശോധന പൂർത്തിയാക്കി ഓഗസ്റ്റ് 1 തന്നെ റാങ്ക് ലിസ്റ്റ് വരുമെന്നാണ് PSC കൃത്യമായിട്ട് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ സ്വാഭാവികമായിട്ട് ഇപ്പോഴത്തെ നിലവിലെ സാഹചര്യം അനുസരിച്ച് നിലവിലെ LD ലിസ്റ്റിന്റെ കാലാവധി നീട്ടാനുള്ള സാഹചര്യം ഇല്ല. കാരണം ഏകദേശം ഒരു 5-6 വർഷങ്ങൾക്ക് മുമ്പൊക്കെ ചില ലിസ്റ്റുകളുടെ കാലാവധി കഴിഞ്ഞിട്ടും ചിലപ്പോൾ 1-2 മാസമൊക്കെ നീട്ടി കൊടുക്കാറുണ്ടായിരുന്നു. ഓക്കെ,
പക്ഷേ അങ്ങനെ വരുമ്പോൾ എല്ലാ ലിസ്റ്റുകൾക്കും കാലാവധി നീട്ടിയില്ല എന്ന് പറഞ്ഞുകൊണ്ട് വീണ്ടും കോടതിയിലേക്ക് വരെ പരാതി എത്തിയ സാഹചര്യങ്ങൾ ഉണ്ടായിട്ടുണ്ട്. അതുകൊണ്ട് നിലവിൽ PSC ഒരു ലിസ്റ്റിന്റെയും കാലാവധി നീട്ടുന്നില്ല. കഴിഞ്ഞ ദിവസങ്ങൾ നിങ്ങൾ കണ്ടതാണ്. ദുഃഖകരമായ കാര്യമാണെങ്കിൽ കൂടി പോലീസ് കോൺസ്റ്റബിളിന്റെ റാങ്ക് ലിസ്റ്റ് നീട്ടമെന്ന് കുട്ടികൾ റാങ്ക് ലിസ്റ്റിൽ ഉൾപ്പെട്ടവര് ഒത്തിരി കഷ്ടപ്പെട്ട് സമരമൊക്കെ ചെയ്തിരുന്നു. അത് മാറ്റിയിട്ടുണ്ടായിരുന്നില്ല. കാരണം നിലവിൽ വേക്കൻസി ഇല്ലെന്നാണ് പറയുക. അപ്പൊ സ്വാഭാവികമായിട്ടും റാങ്ക് ലിസ്റ്റിൽ വരുന്ന എല്ലാവർക്കും നിയമനം കിട്ടിയില്ലെങ്കിൽ പ്രതിഷേധമുണ്ടാകാം എന്നൊരു സാഹചര്യം മുൻനിർത്തിയത് കൊണ്ടായിരിക്കാം LD ലിസ്റ്റിൽ ഇപ്പൊ നിലവിലെ LD ക്ലർക്ക് ലിസ്റ്റിൽ എത്ര പേരെയാണ് നിയമിച്ചിട്ടുള്ള അത്രയും പേരെ മാത്രം തുടർന്നുള്ള ലിസ്റ്റിൽ മെയിൻ ലിസ്റ്റിൽ ഉൾക്കൊള്ളിച്ചിരിക്കുന്നത്. അടുത്ത 3 വർഷത്തിനുള്ളിൽ എല്ലാവർക്കും നിയമനം കിട്ടും എന്ന് നമുക്ക് ഉറപ്പിച്ച് വിശ്വസിക്കാനായിട്ട് കഴിയും. അപ്പൊ ആ ഒരു സാഹചര്യത്തിൽ മുന്നോട്ട് പോകാനായിട്ട് ശ്രമിക്കുക. ഓക്കെ, ബൈ.